ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രേണു സുധി അങ്ങനെ ബിഗ് ബോസിലെത്തി. അപ്പോൾ ഇതിന് ഇടയിൽ ബിഗ് ബോസിൽ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് രേണു സുധി ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിരുന്നു, അവരെ വിമർശിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. അവർ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോട്ടെ. അവർക്കിപ്പോൾ നല്ലൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം. അവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി ബിഗ് ബോസിലൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഈ റീൽസും കാര്യങ്ങളും എല്ലാം മുടങ്ങിപ്പോവും. പക്ഷെ എന്നാലും അവർക്ക് നല്ലൊരു സാലറി അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഡെയിലി ബേസ് ആണെങ്കിലും അതിന് ഇത്ര രൂപ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മാസത്തിൽ ഒരു 10 ദിവസം കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് മാസം നല്ലൊരു എമൗണ്ട് കൈ കിട്ടും. അങ്ങനെ അവർ നല്ല രീതിയിൽ ജീവിച്ചു പോട്ടെ. അല്ലാതെ ഈ വിവാദങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം രേണു സുധി തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയുണ്ടായി, എന്തോ ചാനല് റിപ്പോർട്ട് അടിക്കുകയൊക്കെ ഉണ്ടായില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? അവരൊരു വിധവയല്ലേ, അവർ ജീവിക്കട്ടെ. ഇതിനകത്ത് ആകെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഇത് ദുബായിൽ കിടക്കുന്ന ഒരു എന്തോ ഒരു ദയാച്ചു അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പെണ്ണാണ് ഭയങ്കരമായിട്ട് ഇതിനെ വിമർശിക്കുന്നത്. പിന്നെ ഇപ്പോൾ വേറെ 2 പെൺകുട്ടികൾ, ഇവർക്കും ഈ ദയാച്ചു ഒക്കെ ഇതിനു മുമ്പ് ബിഗ് ബോസിൽ വന്നാണ്. പക്ഷെ എന്നിട്ട് ഇവരെന്തിനു വിമർശിക്കുന്നത്? അവരെ കഴിവ് അവർ തെളിയിക്കട്ടെ. നിങ്ങളൊരു പ്രാവശ്യം പോയി അതിലൊന്നും കിട്ടാതെ തിരിച്ചു വന്ന് കുറേ കാശ് കിട്ടിയെന്നല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. അപ്പം ഇവരും പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കുറച്ച് കാശ് കിട്ടട്ടെ. അതിന് നിങ്ങൾക്ക് ഇത്ര കുശുമ്പെന്തിനാ? ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തന്നെയാണ്. 4 മല ചേരും, പക്ഷെ 4 ചേരൂല. അതാണ് ശരിയായ വാക്ക്. അപ്പം അതുകൊണ്ട് പെണ്ണുങ്ങൾ തന്നെയാണ് ഇതിന് കൂടുതൽ വിമർശിക്കുന്നത്. അവളെന്തിനാ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, തമ്പാക്ക് വെച്ചിട്ട് സംസാരിക്കുന്നത്. അവരുടെ സൗന്ദര്യം ഇതാക്കി നടക്കണത്, അത്രേ ഉള്ളൂ. നിങ്ങളും അതേപോലെയൊക്കെ തന്നെയല്ലേ? നിങ്ങൾ ഈ ദുബായിൽ ചെന്ന് കിടന്ന് നിങ്ങൾ മറ്റുള്ള ജോലികൾ ചെയ്തിട്ട് കാശുണ്ടാക്കണം. ഇവരിങ്ങനെ പെട്ടെന്ന് സെലിബ്രിറ്റി പോലെ ആയി വന്നു. അപ്പം അതിന് നിങ്ങൾക്ക് എന്തിന് ഇത്ര കണ്ണുകടി? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വേറെയും പല സ്ത്രീകളും ഇങ്ങനെ കണ്ടിരുന്നു ഈ ഫേസ്ബുക്കിലൊക്കെ അവരെ പറ്റി ഭയങ്കരമായിട്ട് വിമർശിച്ചുകൊണ്ട്. അവർ ഏവിയേഷൻ പഠിക്കാൻ പോയിരുന്ന സമയത്തുള്ളൊരു കൂട്ടുകാരി വന്ന് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ചിലപ്പോൾ അവർ പിടിച്ചു നിൽക്കാൻ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അതിപ്പോൾ ഒരാൾ മാത്രമല്ല, എത്രയോ പേര് സെലിബ്രിറ്റികൾ എത്രയോ നുണകൾ പറയുന്നു. അപ്പം അതിൻ്റെ പിന്നാലെ ഒന്നും പോകാതെ ഈ രേണു സുധിയുടെ മേല് തന്നെ ഇങ്ങനെ ഓരോന്ന് അടിച്ചേൽപ്പിക്കണം എന്തിനാ? ഇപ്പം നിങ്ങൾ നുണ പറയുന്നില്ലേ? പറയുന്നുണ്ടാവും. ഈ പറയുന്നവരൊക്കെ നുണ പറയുന്നവരാണ്. ആരും വലിയ മാന്യന്മാരൊന്നല്ല. അപ്പം അത് അതിൻ്റേതായ രീതിയിൽ മറ്റുള്ള രീതിയിലുള്ള പണിക്കൊന്നും പോകണില്ലല്ലോ. അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോട്ടെ. അല്ലാതെ ഒരു സ്ത്രീ ഒന്ന് സെലിബ്രിറ്റി ആയി വരുമ്പോഴേക്കും അവരടിച്ചിടാൻ നോക്കണത് അത്ര ശരിയല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ കുറ്റം പറയണവരെങ്ങനെ കുറ്റം പറയും ഒരു സൈഡിൽ കൂടെ. ഇതിപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ എന്നെ വന്ന് കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവും. അത് പറഞ്ഞോട്ടെ, അതൊന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷേ ഒരു സ്ത്രീ, അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, അവരൊരു വലിയ കലാകാരനായിരുന്നു, അവരുടെ പിന്നിൽ വേറെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നവർക്കറിയാം എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. അതൊന്നൊക്കെ നമ്മളതൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെ ഇതാക്കണില്ലല്ലോ. ഞാനിത് പറഞ്ഞത് അവർ കേൾക്കണമെങ്കിൽ അവർക്കും തന്നെ മനസ്സിലാവും എന്താണ് കാര്യം എന്നുള്ളത്. അത് ഞാൻ പിന്നീട് ആണെങ്കിൽ ആ സമയമാകുമ്പോൾ പറയാം. അല്ലാതെ അവരെ ഇങ്ങനെ ഇതാക്കിയിട്ട് അടിച്ചമർത്തേണ്ട ഒരു കാര്യമില്ല. അവരെങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോട്ടെ. നല്ല രീതിയിൽ എന്തെങ്കിലും ബിഗ് ബോസിലൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്ത എന്തെങ്കിലും അവസരം വരും. പിന്നെ ഇങ്ങനെ ഈ വണ്ണം കുറഞ്ഞിരിക്കുന്നതും ഇതൊന്നും നോക്കണ്ട. ഇനി അവിടെയൊക്കെ പോയി നല്ല ഫുഡൊക്കെ അടിച്ച് നല്ല ബോഡിയൊക്കെ ഒന്ന് ലെവലായി വരുമ്പോൾ ഇത്തിരി സൗന്ദര്യമൊക്കെ വരും. അപ്പോൾ ഇനിയും അവസരങ്ങൾ വരും. അങ്ങനെയൊക്കെ അവർ സിനിമയിലൊക്കെ എത്തി അവരുടെ കുട്ടികളെ നോക്കാനുള്ളൊരിതും എന്തൊക്കെ ചെയ്യട്ടെ. ഒരുപാട് വിവാദങ്ങൾ കേട്ടിട്ടും അവർ പിന്തിരിഞ്ഞോടിയില്ലല്ലോ. അപ്പോൾ അവരുടെ ഭാഗത്ത് വേറെ തെറ്റൊന്നുമില്ല എന്നാണ് വിചാരിക്കേണ്ടത്. അല്ലാതെ എപ്പോഴും ഒരാളെങ്ങനെ കുറ്റം പറഞ്ഞ് അവസാനം കുറ്റം പറയും തോറും അവർ വളർന്നുകൊണ്ടേയിരിക്കുള്ളൂ. ഈ കുറ്റം പറയുന്നവരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും.
അതവർക്കൊരു പ്രോത്സാഹനമാണ്. നിങ്ങളിപ്പോൾ എത്ര കുറ്റം പറഞ്ഞാലും അവരതിനനുസരിച്ച് വലുതായിക്കൊണ്ടിരിക്കും. അല്ലാതെ അവർ പുറകോട്ട് പോകില്ല എന്തായാലും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അവർക്ക് നല്ലൊരു ഭാവിയും നല്ലൊരു കുടുംബവും ജീവിതമൊക്കെ ഉണ്ടാവട്ടെ. ബിഗ് ബോസിൽ കൂടെ അവർക്ക് നല്ലൊരു പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.